Hi dears, Nishi's Kitchen Vlogs like swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടിരുന്നത് കടലയും കോവക്കയും കൂടെ ഒരു മാംഗോ സ്റ്റൈൽ സുക്കയാണ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കറിയിലേക്ക് ചേർക്കേണ്ട കുറച്ച് ചേരുവകൾ വറുത്ത് പൊടിച്ചെടുക്കണം. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 3-4 വറ്റൽമുളക് ഇട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടുന്നവർ ഇതിന്റെ കൂടെ 1-2 സാധാ മുളകും കൂടെ എടുക്കാം. ഇത് കുറച്ച് സമയം ഇളക്കി വറുത്തെടുക്കാം. ഈ മല്ലിയും മുളകും ഏകദേശം ഒരു പകുതി പാകത്തിന് വറുത്തിട്ടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് വീണ്ടും ഇളക്കി വറുത്തെടുക്കാം. ഇപ്പോൾ പാകത്തിന് വറുത്തിട്ടായിട്ടുണ്ട്. ഇതിന് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് 1/2 കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ വറുത്തിട്ടായിട്ടുണ്ട്. അധികം ബ്രൗൺ ഒന്നും ആവണ്ട. കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ കോരി മാറ്റാം. ഇതിന് കോരി മാറ്റാം. ഇനി കോവക്ക വേവിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് കോവക്ക മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തൊരു ചീഞ്ചട്ടിയിലേക്ക് ഇടാം. ഇതിലേക്ക് വേവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. നേരത്തെ വറുത്തെടുത്തത് ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇതിന് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മുളക് ഞാൻ എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് മല്ലിയും മുളകും ജീരകവും ഉലുവയും തേങ്ങ ഇപ്പം ചേർക്കുന്നില്ല. ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നില്ല. ഇത് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പൊ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ വറുത്തെടുത്ത് ചേർക്കാം. ഇതിന് പൾസ് മോഡിൽ കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുക്കാം. അധികം അരയണ്ട, ഒരു ക്രഷ് ചെയ്ത ഭാഗത്തിനായാൽ മതി. ഇപ്പോ തേങ്ങ ചേർത്ത് ക്രഷ് ചെയ്ത ഭാഗത്തിന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോ കോവക്ക പാകത്തിന് വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. കടക്ക് ഞാൻ തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു ചട്ടി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി സവാള മുറിച്ചതും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലും ചേർത്ത് വഴറ്റാം. ഉള്ളിയും വെളുത്തുള്ളിയും വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്ത് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കോവക്ക വേവിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് കുറച്ച് വെള്ളക്കടല 8 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം കുക്കറിൽ വേറെ തന്നെ വേവിച്ചെടുത്താണ് ചേർക്കാം. ഈ കടല ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മടക്കി മിക്സ് ചെയ്യാം. ഇനി ഈ മസാലയെല്ലാം മിക്സ് ആവാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഈ കടലയും കോവക്കയെല്ലാം ഞാൻ വേവിക്കുമ്പം ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. മാംഗോ സ്റ്റൈൽ കടല കോവക്ക സുക്ക റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് അടച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്നിട്ട് കഴിക്കാം. ഇതിനി ഒരു ബൗളിൽ സെർവ് ചെയ്യാം. എൻ്റെ മണം അടിച്ചിട്ട് തന്നെ കൊതിയാവുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്.
ചോറിന്റെ ഒപ്പരം ചപ്പാത്തിയുടെ ഒപ്പരെല്ലാം നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.